മണാലി പോയപ്പോ തൊട്ട് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ടോട്ടൽ എക്സ്പെൻസ് എത്രയായി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മണാലിയിലേക്ക് പോയതിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്ര എന്ന് പറഞ്ഞു. നമ്മൾ കോഴിക്കോട് ടു ഡൽഹി ട്രെയിനിലേനും പോയത്, മംഗള എക്സ്പ്രസിലാണ് കയറിയത്. അപ്പൊ പെർ ഹെഡ് 3700. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഉച്ചക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിസാമുദ്ദീനും സരോജിനി മാർക്കറ്റിലേക്ക് 300 രൂപയും ടാക്സി. സരോജിനി മാർക്കറ്റിൽ നിന്ന് ഫുഡ് അയച്ചതും ഡ്രസ്സ് വാങ്ങിയത് എല്ലാം കൂടി ഒരു 600 രൂപയായി. അവിടെ സ്ട്രീറ്റ് ഫുഡിനും ഡ്രസ്സിനൊക്കെ വില കുറവാണ്. സരോജിനിന്ന് 200 രൂപ എടുത്തിട്ട് കാശ്മീരി ഗേറ്റിലേക്ക് ഓട്ടോറിക്ഷ കയറി പോയി. കാശ്മീരി ഗേറ്റിൽ നിന്നാണ് മണാലിയിലേക്ക് പോകുന്ന ബസ് പിടിക്കും. ഡൽഹി ടു മണാലി, മണാലി ടു ഡൽഹി ഒരു പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ ബസ്സൊക്കെ. കാൽചക്ര പറഞ്ഞ ട്രാവൽ കമ്പനീന്റെ പാക്കേജ് എടുത്തേന് നമ്മൾ പോയത്. അവിടെ 4500 രൂപ മുതൽ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ 6500 രൂപേന്റെ പാക്കേജ് എടുത്തിട്ടേനും പോയത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമൊക്കെ അടിപൊളിയാണ്. രാവിലത്തെ രാത്രിത്തെ ഫുഡ് ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡ്. അന്നത്തെ ദിവസം ഹഡിംബ ടെമ്പിൾ, ഓൾഡ് മണാലി, മനു ടെമ്പിൾ, വൻ വിഹാർ, ടിബറ്റൻ മൊണാസ്ട്രി, പിന്നെ മോൾ റോഡിലും പർച്ചേസിംഗും ചെയ്തിട്ട് നമ്മൾ റൂമിൽ. എന്നിട്ട് അന്നത്തെ ഫുഡും കഴിച്ച് നമ്മൾ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ രണ്ടാമത്തെ ദിവസം 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നെങ്കിൽ ജോഗിനി വാട്ടർഫോൾസിൽ പോവാ, അല്ലെങ്കിൽ കുളുവിൽ പോവാ. നമ്മൾ ജോഗിനി വാട്ടർഫോൾസ് ആണ് സെലക്ട് ചെയ്തത്. ഒരു 45 to 1 മണിക്കൂർ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞാലാണ് ജോഗിനി വാട്ടർഫോൾസിൽ. അതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് കയറി കയറ്റി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ടെമ്പിൾ ഒക്കെ ഉള്ള സ്ഥലത്താണ് എത്തിയത്. അവിടെയാണ് നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നാച്ചുറൽ ചൂടുവെള്ളം. അതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക്. എന്നിട്ട് രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് അന്നും ഉറങ്ങി. എന്നിട്ട് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ എണീച്ചു. ഇന്നാണ് നമ്മൾ റിയൽ സ്നോ കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വണ്ടി പിക്കപ്പ് ചെയ്യാൻ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് സോലാങ് വാലിയിലേക്കാണ്. ഈ ആക്ടിവിറ്റീസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. എന്നിട്ട് 4x4 വെഹിക്കിൾ എടുത്തിട്ട് നമ്മൾ സിസു, അട്ടൽ ടണൽ ആ ഭാഗത്തേക്കൊക്കെ. അതാണ് മക്കളെ മസ്റ്റ് ആയിട്ട് കാണേണ്ട സ്ഥലം. മഞ്ഞോണ്ട് മൂടിക്കിടക്കുന്ന സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. നമ്മൾ കൊണ്ടുപോയ വണ്ടിക്കാരനാണെങ്കിൽ എല്ലാരും കളിച്ച് ചവറാക്കിയിട്ട സ്ഥലത്തേക്ക് ഒന്നല്ല കൊണ്ടുപോയി. നല്ല ഫ്രഷ് മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്യാം. ഞാൻ മഞ്ഞൊക്കെ തിന്ന് കഴിച്ചു. അട്ടൽ ടണലിന്റെ അവിടെ എത്തിയ സമയത്ത് നമുക്ക് സ്നോഫോളും കിട്ടി. റാഹത്തായി. മണാലിയിൽ എക്സ്ട്രാ ഫുഡ് വാങ്ങിയതിന് ഒരു 3000 രൂപയുടെ ഉള്ളിലാണ് ആയത്. അവിടുന്ന് പിന്നെ ഓവർ പർച്ചേസ് ചെയ്യാത്തതിനെ കൊണ്ട് ഒരു 500 രൂപ ആയിട്ടുള്ളൂ പർച്ചേസ്. മണാലിയിൽ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്. അങ്ങനെ അന്നത്തെ രാത്രി നമ്മൾ തിരിച്ച് വോൾവോ ബസ്സിൽ ഡൽഹിയിലേക്ക്. ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ്. ട്രാവൽ ഏജൻസിക്കാരൻ നല്ല സൂപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. 10ൽ എത്ര കൊടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ 10ൽ 20 കൊടുക്കും. കാരണം അത്രയും വൃത്തിക്കാണ് അവർ നമ്മളെ ടേക്ക് കെയർ. അപ്പൊ നിങ്ങൾ മണാലിയിലേക്കോ കാശ്മീരിലേക്കോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരുടെ പേജിൽ DM ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.